ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അതിനെ വയറ്റിൽ വെച്ച് അങ്ങ് കൊന്നുകളഞ്ഞേക്കാൻ. പെങ്ങളുടെ മോളല്ലേ എന്ന് വിചാരിച്ച് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നാ വേണ്ടായിരുന്നു. തറവാടിന് അപമാനാക്കി വെച്ചില്ലേ. ആ കൊച്ചിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. അതെങ്ങനെയാ എന്റെ സൽസ്വഭാവിയായ മകനൊരുത്തിന് ഇവിടെ ഉണ്ടായിപ്പോയില്ലേ. ഇതിപ്പം നാട്ടുകാർക്ക് പറഞ്ഞിരിക്കാൻ ഒരു കാരണമായി. മേലെടുത്ത് വീട്ടിൽ അരവിന്ദന് കല്യാണം കഴിക്കാത്ത ഒരു ഭാര്യയും കുട്ടിയെയും കിട്ടിയെന്ന് മഹേശ്വരൻ പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ അരവിന്ദൻ ദേഷ്യം കടിച്ചമർത്തി. അതിനിപ്പോ അച്ഛനെന്താ? നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങനെ സഹിക്കുന്നില്ലെങ്കിൽ അവളെയും കൊണ്ട് ഞാൻ എവിടേക്കെന്ന് വെച്ചാൽ പൊയ്ക്കോളാം. ഇതെല്ലാം ലക്ഷ്മിയുടെ കാതുകളിൽ പതിയുകയായിരുന്നു. അച്ഛനും മകനും വാക്ക് തർക്കത്തിലാവുന്ന കേട്ട് തന്റെ അരികിലായി കിടത്തിയിട്ടുള്ള കുഞ്ഞിനെയും നോക്കി അവൾ അടക്കി പിടിച്ച് കരഞ്ഞു. മഹേശ്വരൻ നമ്പ്യാരുടെ മൂത്ത പെങ്ങളായിരുന്നു ലക്ഷ്മിയുടെ അമ്മ ശാരദ. ആ അമ്മയുടെ മരണശേഷം മുതൽക്കേ അമ്മാമ്മയുടെ കൂടെയായിരുന്നു അവളുടെ താമസം. കുഞ്ഞുനാൾ മുതൽ ഇതുവരെയുള്ള ജീവിതവും പഠിപ്പും കാര്യങ്ങളുമെല്ലാം അവരായിരുന്നു നോക്കിയിരുന്നത്. അതിനിടയിൽ പ്രായത്തിന്റെ വികൃതികളെന്നോണം അറിയാതെ ഒരു പ്രണയവും ലക്ഷ്മിയുടെ മനസ്സിൽ മുളച്ചു. അയൽവാസിയും അമ്മാന്മാരുടെ ഉറ്റ ചങ്ങാതിയുമായിരുന്ന മുഹമ്മദ് ഹാജിയുടെ മകൻ ഷബീറുമായി പ്രണയമെന്ന സാഹസത്തിന് മുതിർന്നപ്പോൾ ലക്ഷ്മിക്ക് ഒട്ടും ഭയമില്ലായിരുന്നു. സ്വന്തം അമ്മാവനും മകനും തമ്മിലുള്ള സംഭാഷണം കേട്ടപ്പോൾ അവൾ വയ്യായികയിലും കുഞ്ഞിനെ വാരിപ്പിടിച്ച് എഴുന്നേറ്റു. സമ്പാദ്യമെന്ന് പറയാൻ മറ്റൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. ആരും കാണാതെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. വയ്യ, അരവിന്ദേട്ടന്റെ വാശിക്കുമ്പിൽ തോറ്റുപോയത് അമ്മാവന്മാര്. ഇനി ഇവിടെ നിന്ന് ആ പാവത്തെ കൂടി എല്ലാവരും വെറുക്കും. ഓരോന്നോർത്ത് പുലമ്പിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നേരെ ചെന്നുപെട്ട അരവിന്ദന്റെ മുമ്പിലായിരുന്നു. എങ്ങോട്ടാ? എങ്ങോട്ടേലും. നിങ്ങളിങ്ങനെ തമ്മിൽ പിരിയണ എനിക്ക് കാണാൻ വയ്യ. പൊക്കോളം ഞാൻ. എനിക്ക് വേണ്ടി അരവിന്ദേട്ടന്റെ ജീവിതം നശിപ്പിക്കരുത്. എന്റെ ജീവിതം നശിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അരവിന്ദേട്ട വേണ്ട. ഇതുവരെ കൂടുന്നതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എവിടെയെങ്കിലും പൊക്കോളം ഞാൻ. ഇനിയും വേണ്ട. ഷബീറോ, അവനെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായില്ലേ? എന്തെങ്കിലും ഒരു നാൾ നിന്നെ തേടി ഇവിടെ വന്നാ ഞാനെന്ത് പറയും? അവളൊന്നും മിണ്ടിയില്ല. പകരം മിഴികൾ നിറഞ്ഞ് കവികയായിരുന്നു. പറ. ഈ 10 മാസക്കാലം ഓരോ ചോരയും കൊണ്ട് നടന്നാൽ ഞാൻ ഒന്ന് കാണാൻ വന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചതാ. പക്ഷെ വന്നില്ല. ഇനി വരികയില്ല. ആർക്കും വേണ്ടാത്തവളായി ഈ ലക്ഷ്മി മാറി. വരില്ല, ഉറപ്പാ. ഈ കുഞ്ഞു മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. ഇതിനെ കൊണ്ട് എങ്ങനെയാലും ഞാൻ ജീവിച്ചോളാം. അവൻ വന്നാലോ? നീ അങ്ങനെ ചിന്തിക്കേ. അത്രയും ആകാംക്ഷയോടെയായിരുന്നു അവളത് കേട്ടത്. എവിടെയെന്ന ഭാഗത്തിൽ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരതി. ഇവിടെയെങ്ങുമില്ല, പക്ഷെ പിടിച്ചെക്ക്. ഈ സമയത്ത് എങ്ങോട്ടും പോകണ്ട. നിന്റെ മുന്നിൽ അവൻ ഞാൻ എത്തിച്ചേരാം. അതെന്റെ വാക്കാ. ഈ വയ്യായിക്കൊന്ന് മാറട്ടെ. കുഞ്ഞിനെ ഒരു കയ്യിൽ ഒതുക്കിക്കൊണ്ട് അവൾ അരവിന്ദനെ പിടിച്ചു വെച്ചു. പറ്റിക്കാൻ പറയുന്നല്ലല്ലോ അരവിന്ദേട്ട. അല്ല, എന്നെ വിശ്വാസമല്ലേ നിനക്ക്? ഈ ലോകത്തിപ്പോ ഷബീറിനെക്കാളും വിശ്വാസം എനിക്കിപ്പോ നിങ്ങളെ. എങ്കിൽ പിന്നെ വാ, ചെന്ന് കിടക്ക്. ഇങ്ങനെ എഴുന്നേറ്റ് നടക്കണമെന്ന് സമയമായില്ല. അവൻ അവളെ പിടിച്ചുകൊണ്ടകത്തെ മുറിയിലെ കട്ടിൽ കൊണ്ടിരുത്തി. ശാന്തമായി അവളുടെ കയ്യിൽ കുഞ്ഞുറങ്ങുന്ന കണ്ടപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് അതിനെ വാങ്ങി മെല്ലെ കിടത്തി കൊടുത്തു. ഷബീറിനെ പോലെ തന്നെ അല്ലേ? മിഴികൾ നിറച്ചുകൊണ്ട് അതേന്ന് അവൾ തലയാട്ടുന്നുണ്ടായിരുന്നു. അരവിന്ദ് കടന്നുപോയതും അവൾ തന്റെ പൊന്നോമനയുടെ മുഖത്തൊരു നനുത്ത മുത്തം നൽകി. കുഞ്ഞിനെ നോക്കും തോറും പ്രണയം സമ്മാനിച്ച ഓർമ്മകളും വേദനകളും അവളുടെ മനസ്സിൽ ഇടം പിടിച്ചു. ഓരോന്നും ഓർക്കെ അവളുടെ മിഴികൾ നിറയുന്നുണ്ടായിരുന്നു. പാച്ച വെള്ളം കൊടുത്തു പോയത് ഈ അസത്തിന്. പ്രേമം പോരും. എന്നിട്ട് എന്തായി? നിനക്കൊരു സമ്മാനം തന്നിട്ട് അവനങ്ങ് മുങ്ങിയില്ലേ? കവിളിൽ കരുത്തുറ്റ കരങ്ങളാൽ പ്രഹരിച്ചുകൊണ്ട് മഹേശ്വരൻ ലക്ഷ്മിയെ വലിച്ച് നിലത്തേക്ക് ഇടുകയായിരുന്നു. ഇല്ല, ഷബീർ എവിടേക്കും പോവില്ല. എന്നെ കാണാൻ വരും, എനിക്ക് ഉറപ്പാ. മിണ്ടൊരു ദിവസത്തെ കൊന്നു കുഴിച്ചു മൂടും ഞാൻ. അന്യമാത്തിപ്പെട്ട ഒരുത്തിനെ പ്രേമിച്ചും പോരാ. എന്നിട്ട് അവൻ ഇട്ടിട്ട് പോയിട്ട് അവിടെ ഒരു പ്രസംഗം കേട്ടില്ലേ? വേണ്ടച്ചാ, ലക്ഷ്മി വിട്ടേക്ക്. അവിടെ വാറ്റിട്ട് തൊഴിക്കാൻ തുടങ്ങിയ മഹേശ്വരനെ പിടിച്ചു വെച്ചുകൊണ്ട് അരവിന്ദ് പറഞ്ഞു. വേണ്ട, ഒന്നല്ല 2 ജീവനാ. പാവാ. ഈ ഇവളെ തൊഴിക്കുമ്പോ ആർക്കില്ലാത്ത ദണ്ണാളോടാ നിനക്ക്. കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി വെച്ച് ഇവിടെ ഞാൻ പൂവിട്ട് പൂജിക്കണോ? നാട്ടുകാരുടെ മുഖത്തിന് ഞാൻ എങ്ങനെ നോക്കും? അവളെ നോക്കിയ ശേഷം നിലമൊന്ന് അമർത്തി ചവിട്ടിക്കൊണ്ട് മഹേശ്വരൻ കടന്നുപോയി. വീട്ടിലെ അമ്മായിമാരും അപ്പോൾ തന്നെ സ്ഥലം കാലിയാക്കിയിരുന്നു. അഴിഞ്ഞുലഞ്ഞ മുടിയിഴകളാൽ പേടിച്ചുകൊണ്ട് ലക്ഷ്മി ഒരു മൂലയിലേക്ക് ഒതുങ്ങിയിരുന്നു. അവളുടെ അടക്കി പിടിച്ചുള്ള കരച്ചിൽ മാത്രമായിരുന്നു പിന്നീട് അവിടെ. ഏകാന്തമായ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അരവിന്ദ് അവളുടെ അടുത്തേക്ക് ചെന്ന് ചേർത്ത് പിടിച്ചു. എൻ്റെ ലക്ഷ്മിക്കുട്ടിക്ക് ഒരു തെറ്റുപറ്റിപ്പോയി. പോട്ടെ, സാരമില്ല. കൈകളാൽ അവൻ അണച്ചപ്പോൾ അവൾ അരവിന്ദന്റെ ദേഹത്തേക്ക് ചാഞ്ഞു. നിങ്ങൾ എന്തിനാ എന്നെ എപ്പോഴും ഇങ്ങനെ സ്നേഹിക്കുന്നേ? ഓരോന്നിനും പിന്തുണയ്ക്കുന്നേ? അവൾ വെറുതെ കരയുകയായിരുന്നു. അപ്പോഴും എനിക്ക് ഷബീറിനോട് ഞാൻ പോലും അറിയാതൊരു ഇഷ്ടം മുട്ടിട്ട് പോയി. അകലാൻ പറ്റാത്ത അത്രയ്ക്ക് ബന്ധമായിരുന്നല്ലോ അവൻ്റെ ഉപ്പയോടും കുടുംബത്തോടും അമ്മമാർക്ക്. എന്നായാലും സമ്മതിക്കുന്ന ഞാനും നിരീക്ഷിച്ചു. പ്രേമം വീട്ടിൽ പിടിച്ച മുതൽ കൊള്ളണതാ ഈ അടിയും തൊഴി. ഇനി എനിക്ക് വയ്യ. എനിക്കെൻ്റെ ഷബീയുടെ ചോരയെ വേണം. അവന് വേണ്ടതിൽ എനിക്ക് വേണം. എന്നാലും ഈ പെണ്ണിനെ വിട്ട് എവിടെ പോയതായിരിക്കും? അടി കൊള്ളണതിനേക്കാൾ വേദനയാണ് അവനെ കാണാണ്ടിരിക്കുമ്പോൾ. നീ കരയാതിരിക്കുക.
ഇനി ആരും എൻ്റെ ലക്ഷ്മി അടിക്കില്ല, ഞാൻ വിടില്ല. പറ്റിപ്പോയി അരവിന്ദേട്ട, അത്രയ്ക്ക് ഇഷ്ടമായോണ്ട ഞാൻ. പറഞ്ഞു മുഴുമിക്കാൻ സമ്മതിക്കാതെ അരവിന്ദ് അവിടെ വായ പൊത്തിയിരുന്നു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, വെറുതെ കരഞ്ഞ് തളരില്ലേ നീ. അവളുടെ നീലിച്ച കൺപോളയിലൂടെയും ചുവപ്പാർന്ന കവിൾത്തടങ്ങളിലൂടെയും അവൻ വിരലോടിക്കുന്നുണ്ടായിരുന്നു. ആ തലോടലിന് പോലും മുഖത്ത് വേദനയായിരുന്നു. കണ്ണീരൊഴുകിച്ചുകൊണ്ട് അവൻ്റെ കൈമേലെ തട്ടിമാറ്റി തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ അരവിന്ദനെ അകലും വരെ കൺപാർത്തു. ലക്ഷ്മിയുടെ കണ്ണുകൾ പിന്നെ തിരിഞ്ഞത് ജനൽപ്പാളുകൾക്കിടയിലൂടെ കാണുന്ന ഷബീറിന്റെ മുറിയിലേക്കായിരുന്നു. അയൽപ്പക്കത്തെ ആൾ താമസമൊഴിഞ്ഞ് അവിടേക്ക് നോക്കുമ്പോൾ തന്നെ ഉള്ളിലെ പ്രണയം വേദനാതിരിനാളമായി മാറി. അവന്റെ വാക്കുകൾ ഓരോന്നും കാതുകളിൽ മുഴങ്ങും പോലെ തോന്നി. ലക്ഷ്മി, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എന്റെയാ, ഈ ഷബീറിന്റെ മാത്രമാണ്. കൺപോളകളിൽ ഇന്നുകൊണ്ട പ്രഹരങ്ങളേക്കാൾ നല്ലൊരു ചുംബനവും പതിഞ്ഞിരുന്നെന്ന് ഓർത്തു. കവിൾത്തടങ്ങൾ അവന്റെ ചെറുകടിയിൽ ചുമന്നതോർത്തു. പിന്നീടുണ്ടായ കുളിർമഞ്ഞു പോലുള്ള അവന്റെ ലാളനകളും എതിർക്കാൻ വയ്യാതെ ചേർത്തണച്ചതുമെല്ലാം കണ്ണുകളിലെ ഓർമ്മകളായി മാറി. അപ്പോഴും പ്രതീക്ഷയായിരുന്നു അവന്റെ ഉപ്പാന്റെ കൂടെ എന്തിനും ഏതിനും ഇറങ്ങിത്തിരിക്കുന്ന ഈ വീട്ടുകാരോട്. അവർ നൊയമ്പ് നോൽക്കുമ്പോൾ അതേ ആചാരങ്ങൾ സ്വീകരിക്കുന്ന അമ്മാവന്മാരോട്. പക്ഷെ ഷബീർ പോകുമെന്ന് മാത്രം വിചാരിച്ചില്ല. എന്തിനായെല്ലാം ഉപേക്ഷിച്ചു പോയത്? ഇനി എല്ലാവരും പറയും പോലെ ഈ പെണ്ണിനെ ചതിച്ചതാണോ? എനിക്കറിയാം, ഉള്ളിലുള്ള ഈ ജീവന്റെ തുടിപ്പ് നിങ്ങളറിഞ്ഞാൽ എന്നെ തേടി വരുമെന്ന്. അന്നു മുതൽ ഷബീറിന് വേണ്ടി കാത്തിരിക്കുന്നതായിരുന്നു ലക്ഷ്മി. അരവിന്ദന്റെ കണ്ണു തെറ്റിയാൽ അമ്മായിമാരവളെ ദ്രോഹിക്കുമായിരുന്നു. എല്ലാവരും ഓമനിച്ച ലക്ഷ്മിയെ പിന്നെ എല്ലാവരും അധികപ്പറ്റായി കാണാൻ തുടങ്ങി. ഗർഭിണിയായിരുന്നിട്ട് പോലും അവൾക്കൊരു സ്വസ്ഥത അവർ കൊടുത്തിരുന്നില്ല. പക്ഷെ അവളുടെ പ്രസവം കഴിഞ്ഞിട്ട് ഷബീർ വന്നില്ല. അല്ല, ഈ കാര്യങ്ങളൊന്നും അവൻ അറിഞ്ഞില്ല. പക്ഷെ അവൾ ഷബീറിനെ കുറിച്ച് ഓർക്കാത്ത ദിനരാത്രങ്ങളില്ലായിരുന്നു. ഒരു ചതി പറ്റിയോ എന്ന് പോലും തോന്നുകയായിരുന്നു. അന്നൊരു പുലർച്ചെ അരവിന്ദന്റെ വിളി കേട്ടപ്പോഴാണ് പെണ്ണ് ഞെട്ടിയുണർന്ന്. വാ ലക്ഷ്മി, എഴുന്നേൽക്ക്, പോവാം. എങ്ങോട്ടാ? എനിക്ക് വയ്യ. അരവിന്ദ് ഒരു കൈയാൽ അവളെ താങ്ങി. കുഞ്ഞിനെ അവൻ വാരിയെടുത്തു. ബഹളമുണ്ടാക്കാതെ അവിടെ കയ്യും പിടിച്ച് അടുക്കള വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴൊന്നും മനസ്സിലാവാത്ത മട്ടിലായിരുന്നു ലക്ഷ്മി. ഒടുക്കം ചെന്നെത്തിയത് ഒരു കടവത്തായിരുന്നു. മങ്ങിയ വെളിച്ചമായതിനാൽ ഒന്നും വ്യക്തമായിരുന്നില്ല. പക്ഷെ അവിടെ അങ്ങകലെ ആ രൂപം കാണുമ്പോൾ തന്നെ ഉള്ളിലെ സ്നേഹത്തിരികളൊക്കെ അലയടിക്കാൻ തുടങ്ങിയിരുന്നു. നാവുകൾ അവൾ പോലും അറിയാതെ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഷബീർ. സന്തോഷത്താൽ അവളൊന്ന് അരവിന്ദനെ നോക്കി. അപ്പോഴേക്കും അരവിന്ദൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു. ഒരു മുത്തം നൽകിക്കൊണ്ട് കുഞ്ഞിനെ അവളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. പൊക്കെ രണ്ടാളും ഇനി അടിയും തൊഴിയും വാങ്ങിക്കൂട്ടണ്ട. അരവിന്ദേട്ട, ഞാൻ വേണ്ട, അവനൂടെ പോ. ഞാൻ ഷബീറിന് കത്തയച്ചിരുന്നു. നിന്നെയും കുഞ്ഞിനെ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ തിരിച്ചേൽപ്പിക്കുന്ന വാക്കും കൊടുത്തിരുന്നു. ലക്ഷ്മി. ഷബീർ കുഞ്ഞിനെ വാങ്ങി തുരിതരെ ചുംബിക്കുന്ന കണ്ടു. 1000 വട്ടം മാപ്പിരക്കുന്ന കേട്ടു. മനഃപൂർവ്വം അല്ല ലക്ഷ്മി, എൻ്റെ ഉപ്പാക്ക് സമ്മതമായിരുന്നു നിന്നെ എൻ്റെ ബീവിയാക്കാൻ. ആ കാര്യം അരവിന്ദേട്ടൻ്റെ അച്ഛനോട് സംസാരിക്കാൻ ഉപ്പ ചെന്നിരുന്നു. പക്ഷേ അവർ സമ്മതിച്ചില്ല. പിന്നെ ദേഷ്യം മുഴുവൻ അവർ നിന്നിൽ തീർക്കാൻ തുടങ്ങി. എന്നെ മാത്രം മതിയെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന നിന്നെ തല്ലിച്ചേക്കുന്ന കാണാൻ വയ്യാത്തതുകൊണ്ടാണ് എന്നെ മറന്നോട്ടെ എന്ന് വെച്ച് ഉപ്പ കൂട്ടിയിട്ട് പോയത്. പക്ഷേ ഈ ജീവൻ്റെ തുടിപ്പ് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. അരവിന്ദൻ പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നോട് ക്ഷമിക്കുമെന്നേ, നിന്നെ വേദനിപ്പിക്കുന്ന കാണാൻ വയ്യാത്തോണ്ട് പോയതാ എന്ന് വെച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു. ഞങ്ങളിപ്പോൾ മറ്റൊരിടത്താണ് താമസം. അവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കുക, ആർക്കും എതിർപ്പില്ല. അരവിന്ദേട്ടാ, ഞാനിപ്പോൾ എങ്ങനെ നന്ദി. ഷബീർ കൈകൂപ്പുമ്പോൾ അരവിന്ദൻ തടഞ്ഞു. ഒന്നും പറയണ്ട, എൻ്റെ ലക്ഷ്മിയുടെ ആഗ്രഹം നിന്റെ കൂടെയുള്ളൊരു ജീവിതം. പ്രണയം 2 കുടുംബങ്ങൾ തമ്മിൽ അകറ്റി. നിങ്ങളുടെ കുഞ്ഞ് അവനിതെല്ലാം അറിഞ്ഞ് തന്നെ വളരണം. ദേ, രണ്ടുപേരെയും ഞാൻ നിന്നെ ഏൽപ്പിക്കുക. ഇടയ്ക്ക് കുഞ്ഞിനോട് പറയണം ഇങ്ങനൊരു മാമനുണ്ടായിരുന്നെന്ന്. ഞാനിനി നിങ്ങളെ തേടി വരില്ല. പോ. വള്ളം ചൂണ്ടി പറഞ്ഞപ്പോൾ അവനൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് രണ്ടുപേരും വള്ളത്തിൽ കയറി. ലക്ഷ്മിയുടെ കണ്ണുകൾ തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു, ഒപ്പം സന്തോഷവും. പക്ഷേ ഇവിടെ ഒരുവൻ ബാക്കിയാണ്, ഈ നഷ്ടപ്രണയത്തിൻ്റെ ഉടമ അരവിന്ദ്. പ്രണയം ഒളിപ്പിച്ചു വെച്ച് അവൾക്ക് വേണ്ടി കീഴടങ്ങിയ അരവിന്ദ് അവരങ്ങ് അകന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു മഴയായിരുന്നു, അവൻ്റെ കണ്ണീർ മഴ. ആത്മാവിൽ കുറിച്ചിട്ട കൗമാരക്കാരി പെണ്ണിനോട് തോന്നിയ ഇഷ്ടം മുതൽ അവൾക്ക് മറ്റൊരുവരെയാണ് ഇഷ്ടമെന്ന തിരിച്ചറിവ് മനസ്സിൽ പതിഞ്ഞവരെ ആയുസ്സുണ്ടായിരുന്ന പ്രണയം. പറയാതെ ഒളിപ്പിച്ചു വെച്ച അരവിന്ദൻ്റെ നിനക്കുള്ളൊരാ പ്രണയം.